അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിന് വിചാരകനാക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം യോസെഫിന് വാഗ്ദത്തങ്ങളെ നൽകി. വിലയേറിയ വാഗ്ദത്തമാണ് യോസെഫിന് ദൈവം നൽകിയത്. നമ്മുടെ ദൈവം നമ്മുടെ നാളുകളെ കാണുന്നവനാണ്. ദേശത്ത് വരുവാനിരിക്കുന്ന കഠിനമായ ക്ഷാമം കണ്ട ദൈവം ആ ക്ഷാമത്തിൽ നിന്ന് ഒരു ജനതയെ വിടുവിക്കുവാൻ ഒരു മനുഷ്യന് വാഗ്ദത്തം നൽകി. ദൈവത്തിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തം യോസഫ് മുറുകെ പിടിച്ചു. എന്നാൽ ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയിലേക്കുള്ള ചവിട്ടുപടികൾ നിന്ദയുടെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കഷ്ടതയുടെയും വഴികളായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിലൊന്നും പെറുപെറുക്കാതെ യോസഫ് ദൈവമായിട്ടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിച്ചു. യോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ ആയിരുന്നപ്പോൾ ദൈവം അവനെ ഏൽപ്പിച്ച ആ വീട്ടിനകത്തെ കാര്യ വിചാരകത്വത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം വലുതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സർക്കിൾ ചെറുതാണ്. ഒരു കുടുംബത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പിനെ നയിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ചെറിയ ഉത്തരവാദിത്വം എന്ന വണ്ണം ലോകത്തിന് തോന്നത്തക്ക വണ്ണമുള്ള വളരെ ചെറുത് ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളെ ദൈവം ആക്കി വച്ചിരിക്കുന്ന സർക്കിളിൽ ആ അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തരായാൽ ദൈവം നിങ്ങളെ അധികത്തിന് വിചാരകരാക്കും. പൊത്തിഫറിൻ്റെ വീട്ടിൽ തൻ്റെ യജമാനൻ തന്നെ ഭരമേൽപ്പിച്ചതിലെല്ലാം യോസഫ് വിശ്വസ്തനായിരുന്നു. അവിടെ നിന്നും യോസഫിന് പ്രൊമോഷനൊന്നുമല്ല ലഭിച്ചത്. പിന്നെ യോസഫ് തള്ളപ്പെട്ടത് കാരാഗ്രഹത്തിലേക്കാണ്. ആ കാരാഗ്രഹത്തിലും തന്നെ ഭരമേൽപ്പിച്ച ചെറിയ കാര്യത്തിൽ, ആ ചെറിയ സർക്കിളിൽ യോസഫ് വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ചെറുതെന്ന് തോന്നിയേക്കാം. നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. നിങ്ങൾക്ക് ദൈവം നൽകി തന്ന ആ വിലയേറിയ വാഗ്ദത്തത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഇന്നത്തെ ഈ ചെറുതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള, തക്ക സമയത്ത് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഒരു മിനുക്കിയ അമ്പാക്കി ദൈവം നിങ്ങളെ പണിയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വാഗ്ദത്തം വലുതാണെന്ന് ചിന്തിച്ച് ഇന്ന് പകൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതിനെ ചെറുതാക്കരുതേ. അതിൻ്റെ മഹത്വം നിങ്ങൾ അറിയണം. ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചെറുതിൽ വിശ്വസ്തരായാൽ ദൈവം നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.